അനുഗ്രഹീതമായ ജുമാ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ പള്ളിയിലെത്തിയ നമുക്കെല്ലാവർക്കും അള്ളാഹു എല്ലാ പാപങ്ങളും മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മാരകരോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട എല്ലാവരെയും സലാമത്താക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് അയച്ചത്? ഈ പ്രപഞ്ചത്തിൽ ഭൂമിയല്ലാതെ നിരവധി ഗോളങ്ങളുണ്ട്, നിരവധി ഗ്രഹങ്ങളുണ്ട്. സൗരയൂഥത്തിൽ തന്നെ നിരവധി ഗ്രഹങ്ങളുണ്ട്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ആണ് തിരഞ്ഞെടുത്തത് മനുഷ്യാധിവാസത്തിനായിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് സൂറത്തുൽ അഅറാഫിൽ 25-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ. ഭൂമിയിൽ നിങ്ങൾക്ക് വാസസ്ഥലവും ഒരു നിശ്ചിത സമയം വരെ ജീവിത സൗകര്യങ്ങളും ഉണ്ട്. ഖാല ഫീഹാ തഹ്യൗന ഫീഹാ തമൂതുന മിൻഹാ തുഖ്റജൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അവിടെ ജീവിക്കുന്നു, നിങ്ങൾ അവിടെ മരിക്കുന്നു, പിന്നീട് വമിൻഹാ തഖ്റുജൂൻ തുഖ്റജൂൻ, നിങ്ങൾ ആ ഭൂമിയിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി മനുഷ്യരുടെ സ്വർഗ അനന്തരമുള്ള, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം ഭൂമിയിലാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഭൂമി തിരഞ്ഞെടുക്കപ്പെട്ടത്? നിരവധി കാരണങ്ങൾ അതിനുണ്ട്. ജീവൻ നിലനിൽക്കാൻ അനുകൂലമായ സൗകര്യങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഭൂമിയിൽ മാത്രമാണ്. ഇന്നുവരെ ഭൂമിയല്ലാത്ത മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ ജീവൻ ഉള്ളതായി ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഭൂമിയാണ് മനുഷ്യന്റെ ഏക അധിവാസ കേന്ദ്രം. ആ ഭൂമി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യന് തന്നെയാണ്. 1973 ജൂൺ 1973 മുതൽ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരികയാണ്, ആഗോള പരിസ്ഥിതി ദിനമായിട്ട്. അന്ന് 1973 ആഗോള പരിസ്ഥിതി ദിനമായി ജൂൺ 5 തിരഞ്ഞെടുത്തപ്പോൾ അന്നത്തെ മുദ്രാവാക്യവും സന്ദേശവും ഒരേ ഒരു ഭൂമി എന്നുള്ളതായിരുന്നു. അത് ഒരേ ഒരു ഭൂമി, അത് മാത്രമാണ് മനുഷ്യന് ജീവിക്കാൻ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള സ്ഥലം. അപ്പോൾ എന്തുകൊണ്ടാണത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലായി. ഇനി മനുഷ്യന് ജീവിക്കാൻ അനുകൂലമായ സൗകര്യങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഒന്നാമതായി വെള്ളം, ലഭ്യമായ ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. ഭൂമിയിലെ 71% ജലമാണ്. 29% ഭാഗം മാത്രമാണ് കരയായിട്ടുള്ളത്. അതുപോലെ ഭൂമിയിൽ മാത്രമാണ് മനുഷ്യന് ശ്വസിക്കുവാൻ ആവശ്യമായ ഓക്സിജൻ ലഭ്യമായിട്ടുള്ളത്. ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ അനുകൂലമായ കാലാവസ്ഥയാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയിൽ നിന്ന് 14,94,700,000 കിലോമീറ്റർ അകലെയാണ് സൂര്യനെ അള്ളാഹു സംവിധാനിച്ചത്. ഈ സൂര്യനിൽ നിന്ന് ഈ 14,94,700,000 കിലോമീറ്റർ അകലെയുള്ള ഭൂമിയിൽ മാത്രമാണ് മനുഷ്യാധിവാസത്തിന് അനുകൂലമായ കാലാവസ്ഥയുള്ളത്. ഇതിൽ നിന്ന് കുറച്ചുകൂടി സൂര്യനോടടുത്താൽ അതികഠിനമായ ചൂടുകൊണ്ട് അവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാതെ വരും. ഈ ഭൂമി ഇതിൽ നിന്ന്
ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടി അകന്നു പോയാൽ അതിശൈത്യം കാരണം മനുഷ്യൻ അവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥ ലഭ്യമാകുന്ന നിലയിൽ സൂര്യനിൽ നിന്ന് കൃത്യമായ ഒരു അകലത്തിൽ അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചു. അവിടെ മനുഷ്യനെ അള്ളാഹു അധിവസിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോൺ എന്ന ഒരു മേൽക്കൂരയുണ്ട്, ഓസോൺ പാളി. ഈ ഓസോൺ പാളി എന്തിനാണ്? 1913 ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാരായ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ് ഈ ഓസോൺ പാളിയെക്കുറിച്ച് മനസ്സിലാക്കി. ഓസോൺ പാളി ആദ്യമായി കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ലോകത്തെ അറിയിച്ചത് ഈ 2 ശാസ്ത്രജ്ഞന്മാരാണ്. എന്തിനാണ് ഓസോൺ പാളി അല്ലാഹു ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംവിധാനിച്ചത്? സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ പോലെയുള്ള മാരകമായ രശ്മികളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കവചമാണ് ഈ ഓസോൺ പാളി, ഒരു മേൽക്കൂരയാണ്. എന്നാൽ 1980-കളായപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ഓസോൺ പാളിക്ക് അന്റാർട്ടിക്കിന് മുകളിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഓസോൺ പാളി നശിപ്പിക്കുന്ന രീതിയിലുള്ള വാതകങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യന്റെ പ്രവർത്തന ഫലമായിട്ട് പുറത്തു വന്നു. അത് ഓസോൺ പാളിയെ നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യന് മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈ അൾട്രാവയലറ്റ് രശ്മികൾ പോലെയുള്ള രശ്മികൾ ഇന്ന് ഭൂമിയിലേക്ക് ഈ ദ്വാരങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പല മാരകമായ രോഗങ്ങളും ഇന്ന് ഭൂമിയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്. അപ്പോൾ ഈ ഓസോൺ പാളിയെ സംരക്ഷിക്കണം. അതിനുവേണ്ടി മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി 1987 മുതൽ സെപ്റ്റംബർ 16 ആഗോള ഓസോൺ ദിനമായി ആചരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ അനുകൂലമായ ഘടകങ്ങളെല്ലാം ഇവിടെ സംരക്ഷിക്കപ്പെടണം. ആ സംരക്ഷിക്കപ്പെടുന്നതിനാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ജീവിക്കാൻ തടസ്സമാകുന്ന കാര്യങ്ങളെ ഇവിടെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് പരിസ്ഥിതി സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി, ഭാവി തലമുറകൾക്ക്, വരും തലമുറകൾക്ക് ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഭൂമിയെ ഏത് രീതിയിൽ സന്തുലിതമായി സംവിധാനിച്ചുവോ ആ സന്തുലിതമായ സാഹചര്യങ്ങൾ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയും ശ്രദ്ധയുമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൽ അനിവാര്യമായിട്ടുള്ളത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രമേയം പ്രകൃതിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നുള്ളതാണ്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഒരു പാഠശാലയായി മാറിയിരിക്കുന്നു. അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. വിവിധ രാജ്യങ്ങളിൽ ഓരോ ദിവസവും ഓരോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? മനുഷ്യരുടെ ദുഷ്ചെയ്തികളാണ്. മനുഷ്യർ പ്രകൃതിയോടും പരിസ്ഥിതിയോടും ഭൂമിയോടും ചെയ്ത ക്രൂരതകളാണ്, അക്രമങ്ങളാണ് ഈ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത് എന്നുള്ളതാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനെ ഭൂമിയിലേക്ക് അള്ളാഹു എന്തിനാണ് പറഞ്ഞയച്ചത്? എന്തിനാണ് ഭൂമിയിൽ മനുഷ്യനെ അധിവസിപ്പിച്ചത്? 2 ലക്ഷ്യങ്ങളാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൽ 52-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുക. അപ്പോൾ മനുഷ്യന് ആദ്യത്തെ അധിവാസ സങ്കേതമായ സ്വർഗത്തിലെത്താൻ സാധിക്കും. ആ സ്വർഗത്തിലെത്തുന്നതോടുകൂടി മനുഷ്യന് അള്ളാഹുവിനെ കാണാൻ കഴിയും. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ 1-ാമത്തെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇമാറാത്തുൽ അർള്, ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ 2-ാമത്തെ ലക്ഷ്യമാണ്. കാരണം ഭൂമിയാണ് മനുഷ്യന്റെ അധിവാസ കേന്ദ്രം. അപ്പൊ ഈ അധിവാസ കേന്ദ്രം സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ്. മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹൂദ് 61-ാമത്തെ ആയത്തിൽ പറയുന്നു, ഹുവ അൻശഅകും ഫിൽ അർളി വസ്തഅമറകും ഫീഹാ. നിങ്ങളെ അവൻ ഭൂമിയിൽ അധിവസിപ്പിക്കുകയും ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും ഭൂമിയിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മണ്ണിൽ നിന്നാണ് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത്. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. എന്ന് മാത്രമല്ല, ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബീവിയെയും പിന്നീട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അധിവസിപ്പിച്ചത്
വസ്തഅമറകും ഫിഹാ, ഈ ഭൂമിയിലാണ്. അതുകൊണ്ട് ഭൂമിയുടെ സംരക്ഷണം മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ഇമാം ഖുർത്തുബിയെ പോലുള്ള മുഫസ്സിരീങ്ങൾ ഇത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖാല ബഅദുൽ ഉലമാ ശാഫിഇയ്യ, ശാഫിഈ ഉലമാക്കളിൽ ചിലർ പറയുന്നു, ഇസ്തിമാറു തലബുൽ ഇമാറ, ഭൂമിയിൽ മനുഷ്യർ അധിവസിക്കപ്പെട്ടതിനാൽ ഭൂമിയുടെ സംരക്ഷണം മനുഷ്യരുടെ കടമയായി തീർന്നിരിക്കുന്നു. ഇവിടെ അള്ളാഹു മനുഷ്യരോട് ഭൂമിയെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടതിനാൽ അത് നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹു ആവശ്യപ്പെടുന്ന ഒരു കാര്യം അത് നിർബന്ധ ബാധ്യതയായി മാറുന്നതാണ്. മാത്രമല്ല, അള്ളാഹു ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും മനുഷ്യരോട് പറഞ്ഞു, വലാ തുഫ്സിദൂ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഭൂമിയിൽ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും നിങ്ങൾ ഉണ്ടാക്കരുത്. ഭൂമിയെ അള്ളാഹു എങ്ങനെയാണ് സംവിധാനിച്ചത്, ആ നിലയിൽ, സന്തുലിതമായ നിലയിൽ അതിനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ ഭൂമിയുടെ സംരക്ഷണത്തിൽ മനുഷ്യർ വീഴ്ച വരുത്തിയിരിക്കുന്നു. രണ്ട് നിലക്കാണ് ഈ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തിയത്. ഒന്നാമതായി, മനുഷ്യർ കുറ്റകൃത്യങ്ങളും തെറ്റുകളും തിന്മകളും ചെയ്തത് ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പലവിധത്തിലുള്ള നാശങ്ങൾ, ശിക്ഷകൾ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന ഒരു കാര്യമാണ്. ഭൂമിയുടെ സംരക്ഷണത്തിൽ ഉള്ള ഒരു വീഴ്ചയാണ് പല കുറ്റകൃത്യങ്ങളും ചെയ്യുക എന്നുള്ളത്. ഇന്ന് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനെ പിശാചായി മാറിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിരവധിയായ തിന്മകൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അരാജകത്വവും നിറഞ്ഞ ഒരു ലോകമായി ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരവും മദ്യപാനവും ലഹരിയുടെ വ്യാപനവും ഇന്ന് ഭൂമിയിൽ വലിയൊരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി അള്ളാഹു കഠിനമായ ശിക്ഷകൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്കും അക്രമങ്ങളായ ജനങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൃദയഭേദകമായ വാർത്തകളാണ് ഓരോ ദിവസവും പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ മാതാവും ആ മാതാവിന്റെ കാമുകനും കൂടി ചേർന്ന് നിഷ്ഠൂരമായ ക്രൂരമായ പീഡനങ്ങളിലൂടെ കൊന്നുകളഞ്ഞു എന്നുള്ള വാർത്ത വളരെ ഹൃദയഭേദകമാണ്. മനസ്സ് നുറുക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ വായിച്ചത്. ആ കുഞ്ഞിനെ ചവിട്ടിയതിന്റെ കാരണമായി 7 വാരിയെല്ലുകൾ, അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു, 7 വാരിയെല്ലുകളിൽ ആ കുട്ടിയുടെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. 99 ക്ഷതങ്ങൾ, പീഡനങ്ങൾ കാരണമായിട്ട് ആ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഇത്തരത്തിൽ പിശാചായി മാറി നിഷ്ഠൂരമായ ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ന് നമുക്കറിയാം, ലോകത്ത് കുറ്റകൃത്യങ്ങളും ക്രൂരതകളും വർദ്ധിച്ചതിൻ്റെ കാരണമായി അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹു മനുഷ്യർക്ക് ആ അക്രമികളിലേക്ക് വലിയ ശിക്ഷകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകൃതി ദുരന്തങ്ങളായിട്ട് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇന്ന് സാർവത്രികമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ മഴക്കെടുതികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കഠിനമായ വേനലിന്റെ വരൾച്ചയുടെ ദുരന്തങ്ങൾ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഉരുൾപൊട്ടല്, ഭൂമികുലുക്കം, ഭൂകമ്പം, കൊടുങ്കാറ്റ്, സുനാമി, അത് കടൽക്ഷോഭം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ. പിന്നെ കൂടാതെ വലിയ യുദ്ധങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മനുഷ്യരുടെ ഈ തിന്മകളുടെയും കുറ്റകൃത്യങ്ങളുടെയും ശിക്ഷയായിട്ടാണ് അള്ളാഹു ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും മനുഷ്യർ പിന്തിരിഞ്ഞാൽ മാത്രമേ അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടതുണ്ട്, മനുഷ്യർക്കുണ്ടാകേണ്ടതുണ്ട്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ഒരു നാശകാരിയായ മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് അത് ഫിർഔനാണ്. ആ മനുഷ്യൻ ചെയ്ത അക്രമം എന്താണ്? ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ഭൂമിയിൽ അഹങ്കാരം നടിച്ചു ഫിർഔൻ. വജഅല അഹ്ലഹാ ശിയഅൻ, മനുഷ്യരെ അവൻ ഭിന്നിപ്പിച്ചു, തമ്മിലടിപ്പിച്ചു. വസ്തദഇഫു ത്വായിഫതൻ മിൻഹും,
അവരിലുള്ള ദുർബലരെ അടിച്ചമർത്തി മർദ്ദിച്ചു, പീഡിപ്പിച്ചു. യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ കുഞ്ഞുമക്കളെ, ആൺകുട്ടികളെ അറുകൊല ചെയ്തു. വയസ്തഹീ നിസാഅഹും, സ്ത്രീകളെ, പെൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ വിട്ടു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ ഒരു നാശകാരിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ രീതിയിൽ ഭൂമിയിൽ നാശകാരികളായ മനുഷ്യർ മാറുന്നതിനെ സംബന്ധിച്ച് വലിയ ജാഗ്രത ആവശ്യമാണ്. കാരണം അല്ലാത്ത പക്ഷം ഈ ഭൂമിയുടെ നാശത്തിന് അത് കാരണമായി തീരുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി മനുഷ്യർ ചെയ്യുന്ന തെറ്റ് പ്രകൃതിയോടും പരിസ്ഥിതിയോടും ചെയ്യുന്ന അക്രമങ്ങളാണ്. കൃഷി നശിപ്പിക്കരുത്, അതുപോലെ ഭൂമിയുടെ സംരക്ഷണത്തിൽ യാതൊരു വീഴ്ചയും വരുത്തരുത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ചില അക്രമികൾക്ക് അധികാരം ലഭിച്ചാൽ അവർ ചെയ്യുന്ന കുറ്റകൃത്യം എന്താണ്? വയുഹ്ലിക്കൽ ഹർസ വന്നസ്ൽ, അവർ കൃഷി നശിപ്പിക്കുന്നു, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിച്ചുകൊണ്ട് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഈ അല്ലാഹു ഇത്തരത്തിലുള്ള നശീകരണത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് നശീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യൻ പിന്തിരിഞ്ഞാൽ മാത്രമേ ഈ ഭൂമിയുടെ സംരക്ഷണം സാധ്യമാവുകയുള്ളൂ. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മനുഷ്യ ജീവിതം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ വ്യാപകമായി കൃഷിഭൂമി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃഷിഭൂമികൾ മണ്ണിട്ട് നികത്തുന്നു, അതുപോലെ പുഴകൾ മലിനീകരിക്കപ്പെടുന്നു, ജലസ്രോതസ്സുകൾ മലിനീകരിച്ചു കൊണ്ടിരിക്കുന്നു, കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു. അങ്ങനെ പ്രകൃതിക്ക് മേൽ പരിസ്ഥിതിക്ക് മേൽ നിരവധിയായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ, കയ്യേറ്റങ്ങൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്ന് പല പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിന്, നമ്മൾ ജീവിക്കുന്ന ഈ പരിസ്ഥിതിയെ അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ വലിയ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ പരിസ്ഥിതി ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാത്ത പക്ഷം അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നതാണ്, മനുഷ്യരാശി തന്നെ അനുഭവിക്കേണ്ടി വരുന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്, മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ് ഭൂമിയെ സംരക്ഷിക്കൽ. ഈ ഭൂമിയിലൂടെ അള്ളാഹു സംവിധാനിച്ച പുഴകളെ സംരക്ഷിക്കൽ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, അന്തരീക്ഷ വായു മലിനമാകാതെ സംരക്ഷിക്കൽ, വെള്ളം മലിനമാകാതെ സംരക്ഷിക്കൽ, മണ്ണ് മലിനമാകാതെ സംരക്ഷിക്കൽ എല്ലാം മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സൗകര്യപൂർവ്വം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇന്ന് മനുഷ്യൻ മണ്ണിനെ മലിനമാക്കിക്കൊണ്ട്, വെള്ളം മലിനമാക്കിക്കൊണ്ട്, പുഴകളെ മലിനീകരിച്ചുകൊണ്ട്, അന്തരീക്ഷത്തെ മലിനമാക്കിക്കൊണ്ട് ഭൂമിയിൽ മനുഷ്യന് ജീവിതം സാധ്യമാകാത്ത വിധം ഇന്ന് വലിയ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തിരുത്തൽ നടപടികളിലേക്ക് നീങ്ങാത്ത പക്ഷം ഇവിടെ ജീവിതം അസാധ്യമാകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആഗോള താപനം എന്നുള്ള വലിയൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വേനൽ കഠിനമായ ചൂടുകൊണ്ട് മനുഷ്യർ പൊറുതിമുട്ടിയ ഒരു കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ അനുഭവിച്ചതാണ് കഠിനമായ ചൂട്, അസഹനീയമായ ചൂട് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം പോലും മാറി എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് ഈ ഒരു ജൂൺ 5 പരിസ്ഥിതി ദിനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെയേറെ സൂക്ഷ്മത ഈ വിഷയത്തിൽ പുലർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കടന്നുകയറ്റങ്ങളും അക്രമങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതിക്കും നേരെയുള്ള, പ്രകൃതിക്ക് നേരെയുള്ള, ഭൂമിക്ക് നേരെയുള്ള എല്ലാ കടന്നുകയറ്റങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ മണ്ണിനോട് ഇണങ്ങി ജീവിക്കുവാൻ തയ്യാറായാൽ മാത്രമേ നമുക്കിവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മണ്ണിൽ നിന്ന് മനുഷ്യന് നകന്നു പോയ ഒരു സാഹചര്യമാണുള്ളത്. മണ്ണിൽ പണിയെടുക്കുവാൻ താല്പര്യമുള്ളവർ എത്ര പേരിന്ന് സമൂഹത്തിലുണ്ട്? മണ്ണിൽ ഇറങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? ശരീരത്തിൽ മണ്ണ് പുരളാൻ താല്പര്യമുള്ളവർ ഇന്ന് എത്ര പേരുണ്ട്? ഇന്ന് അധിക ആളുകളും മണ്ണിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ അനധിവിദൂര ഭാവിയിൽ മണ്ണിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ മണ്ണ് കൈയൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു നമുക്കെല്ലാം ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മൾ മണ്ണിനോടിണങ്ങി ജീവിക്കുന്നവരായി തീരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മണ്ണിൽ പണിയെടുത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, അന്ത്യനാളെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ആ തൈ നട്ടുകൊള്ളട്ടെ.
അതൊരു സുഹൃതമാണ്. അത് കാരണമായി അന്ത്യനാൾ കുറച്ചുകൂടി അള്ളാഹു നീട്ടുന്നതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ കണ്ട് ഇത് അന്ത്യനാൾ അടുക്കാറായിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇനി ഈ തൈ നട്ടിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിക്കാതെ തനിക്ക് ലഭ്യമായ ഒരു മാവിൻ തൈ അല്ലെങ്കിൽ ഒരു പ്ലാവിന്റെ തൈയെ, ഏത് തൈയായിക്കോട്ടെ, അത് മണ്ണിൽ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു ഗുണകാംക്ഷയോടുകൂടി ഒരു മനുഷ്യൻ നട്ടു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് ആ അന്ത്യനാളിനെ കുറച്ചുകൂടി അള്ളാഹു നീട്ടുന്നതാണെന്നാണ് ഒരു ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നതെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നമ്മുടെ മണ്ണിനെയും നമ്മുടെ പരിസ്ഥിതിയെയും പ്രകൃതിയെയും ഭൂമിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഭൂമിയെ ഹരിതാപമാക്കേണ്ടതുണ്ട്. തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട്, മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് ഈ ഭൂമിയെയും നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ അന്തരീക്ഷത്തെയും എല്ലാം സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്, ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയുടെ നാശത്തിന് കാരണമാകുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് ഭൂമിയോടും മണ്ണിനോടും ഇണങ്ങി ജീവിക്കാനുള്ള സൗമനസ്യം, സന്മനസ് അല്ലാഹു മനുഷ്യർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.